ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. വിങ്സ് അക്കാഡമിയുടെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ ഒരു ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേരാണ് സാക്കർ ടർട്ടിൽസ് ഓഫ് കടാവു എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളും അതേപോലെ തന്നെ എന്താണ് ഇതിന്റെ ഒരു നറേഷനും ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും അവസാനം വരെ ക്ലാസ് കാണാം. അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് തന്നെ ഇതിന്റെ നറേഷനിലോട്ട് പോവാം. ഇതിൽ കുറച്ചധികം എന്താണ് പ്ലേസസിന്റെ സ്പോട്ട് ആയിട്ടുള്ള അങ്ങനെ പ്ലേസസിന്റെ പേരുകളൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട്. എല്ലാവരും ഓർത്ത് വെക്കണോണ്ട് കുറച്ച് ആൾക്കാരുടെ പേരുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട്, ഓർത്ത് വെക്കാം. നോക്കാം. കടാവ് ഈസ് എ ലാർജ് ഐലൻഡ് ഇൻ ഫിജി. കടാവ് എന്ന് പറയുന്നതാണ് ഫിജി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്താണ് വലിയൊരു ലാർജ് ഐലൻഡ് ആണ് എന്ന് പറയുന്നത് കടാവ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് നമുവാന ഈസ് എ വില്ലേജ് ലൊക്കേറ്റഡ് ഓൺ ഇറ്റ്. അപ്പോ എന്താണ് കടാവ് എന്ന് പറയുന്നത് എന്താണ് ഈസ് എ ലാർജ് ഐലൻഡ് ഇൻ ഫിജി. അപ്പൊ അത് ഓർത്ത് വെക്കണം. ഫിജിയിൽ ഒരു ലാർജ് ഐലൻഡ് ആണ് കടാവ് എന്ന് പറയുന്നത്. നമുവാന എന്ന് പറയുന്നത് എന്താണ് അവിടുത്തെ ഒരു വില്ലേജ് ആണ്. ആ ഫിജി ഐലൻഡിൽ എന്നോട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വില്ലേജ് ആണ് നമുവാന എന്ന് പറയുന്നത്. ഓക്കെ. നിയർ ഇൻ വിൻസി ഹാർബർ. അപ്പൊ വിൻസി ഹാർബറിന് അടുത്തായിട്ടാണ് ഈ ഒരു നമുവാന എന്ന് പറയുന്ന ഒരു വില്ലേജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. നോക്കാം. നോൺ ഫോർ ഇറ്റ്സ് സ്റ്റണ്ണിങ് സീനറി. അപ്പൊ എന്താണ് നമ്മുടെ ഈ ഒരു വില്ലേജ്, ഈ ഒരു നമുവാന എന്ന് പറയുന്ന വില്ലേജ് അറിയപ്പെടുന്നത് എന്താണ് അതിന്റെ ഒരു സീനറി കാരണം അറിയപ്പെടുന്നത്. ഓൾറെഡി സീനറി കാരണം അത് ഓൾറെഡി പോപ്പുലർ ആണ്. The area features a hill and a narrow land strip or isthmus. ആ ഒരു നാരോ ലാൻഡ് സ്ട്രിപ്പിനാണ് ഇവിടെ എന്തെന്ന് മീൻ ചെയ്യുന്നത്, isthmus എന്ന് മീൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ എന്താണ് ആ ഒരു ഏരിയ എന്താണ് ഭയങ്കര ഭംഗിയാണ്. ഹില്ലും അതേപോലെ തന്നെ എന്താണ് നാരോ ഒരു ഭയങ്കര ലാർജ് ആയിട്ടുള്ള ഒരു നാരോ സ്ട്രിപ്പ് ഒക്കെ കാരണം ഭയങ്കര ഭംഗിയാണ് എവിടെ കാണാനായിട്ട് നമോന എന്ന് പറഞ്ഞ ഒരു വില്ലേജ് കാണാനായിട്ട്. വിത്ത് ബ്രെത്ത് ടേക്കിംഗ് സീ വ്യൂസ് ഓൺ ബോത്ത് സൈഡ്സ്. അതിന്റെ ഇരുവശത്തു നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഭംഗിയുള്ള സീ വ്യൂ ഉണ്ട്. ഓക്കെ. നല്ല ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ള എന്താണ് സീ വ്യൂസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇൻ ഏൻഷ്യന്റ് ടൈംസ് വാരിയേഴ്സ് വുഡ് ഡ്രാഗ് ദെയർ കാനോസ് അക്രോസ് ദിസ് ലാൻഡ് ടു അവോയ്ഡ് ദ ലോങ് ആൻഡ് ട്രെക്കറസ് സീ ജേർണി അറൌണ്ട് ദ ഐലൻഡ്. നോക്കാം. അപ്പോ ഇവിടെ എന്താണ് ഏൻഷ്യന്റ് ടൈമിൽ പണ്ട് കാലത്ത് എന്താണ് വാരിയേഴ്സ്, അതായത് യുദ്ധത്തിന് പോകുന്ന ആൾക്കാരും അങ്ങനെയുള്ള വാരിയേഴ്സും എല്ലാവരും എന്താണ് ഈ ഒരു വഴിയാണ് അവര് പോയിരുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്ക് എന്താണ് അപകടകരമായ ട്രെക്കറസ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ് അപകടകരമായ എന്നാണ് കേട്ടോ. അപകടകരമായ. അതേപോലെ തന്നെ കാനോസ് എന്ന് പറഞ്ഞ മീനിങ് തോണികൾ എന്നാണ്. അതായത് ഇവര് തോണിയിൽ പോയിരുന്നത് ഈ വഴിയിലൂടെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവര് എന്താണ് കുറച്ച് ലാർജ് ആയിട്ടുള്ള ഭയങ്കര ലോങ് ആയിട്ടുള്ള ആ ഒരു ട്രിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അത് മാത്രമല്ല എന്താണ് ഭയങ്കര അപകടകരമായ എന്താണ് ആ ഒരു വഴികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അവർ ഈ ഒരു ഐലൻഡ് വഴിയാണ് പോയിരുന്നത്. ഓക്കെ. ദ വുമൺ ഓഫ് നമുവാന വില്ലേജ് പെർഫോം എ സ്പെഷ്യൽ റിച്വൽ ടു കോൾ ടർട്ടിൽസ് ഫ്രം ദ സീ സിംഗിങ് എ യൂണിക് ചാന്റ് ഫ്രം ദ ക്ലിപ്സ് ഓഫ് റോക്ക് ഓവർലുക്കിംഗ് ദ ബേ. അതായത് ആ ഒരു ഇതാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. അതായത് ഈ നമുവാന വില്ലേജിലെ വുമൻസ് എന്താണ് ഒരു പ്രത്യേകതരം എന്താണ് ഒരു പ്രത്യേകതരം സോങ് ഒരു റിച്വൽ ഉണ്ട്. റിച്വൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾ ടർട്ടിൽസ് ഫ്രം ദ സീ. അതായത് എന്താണ് റിച്വൽ കോൾ ടർട്ടിൽസ് ഫ്രം ദ സീ. അതായത് എന്താണ് ടർട്ടിൽസിനെ എന്താണ് സീയിൽ നിന്ന് വിളിക്കുക. അതിന് വേണ്ടിട്ട് എന്താണ് നമുവാന വില്ലേജ് പെർഫോമൻസ് സ്പെഷ്യൽ റിച്വൽ ടു കോൾ ടർട്ടിൽസ് ഫ്രം ദ സീ സിംഗിങ് എ യൂണിക് ചാന്റ്. അവരൊരു യൂണിക് ആയിട്ടുള്ള ഒരു ചാന്റ് പെർഫോം ചെയ്തിട്ട് പ്രത്യേകിച്ച് എന്താണ് അവിടുത്തെ മെയ്ഡൻസ് മീനിങ് എന്താണ് മെയ്ഡൻസ് കന്യകമാരെന്നാണ് കേട്ടോ. മെയ്ഡൻസ് അത് ഓർത്ത് വെക്കണം. പറഞ്ഞിട്ടില്ല, പക്ഷെ മിസ് ഒന്നുകൂടി പറയാണ് മെയ്ഡൻസ് ഉള്ളത് ഓർത്ത് വെക്കുക. മെയ്ഡൻസ് എന്താണ് കന്യകമാരാണ്. ഇവരാണ് മെയിൻ ആയിട്ട് അവരാണ് പ്രത്യേകം പറയുന്നുണ്ട് അവരാണ് എന്ത് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഈ ഒരു റിച്വല് ചെയ്യേണ്ടത്. ഓക്കെ. ക്ലിഫ്സ് ഓവർലുക്കിംഗ് ഓർ റോക്സ് എവരിവൺ ലുക്കിംഗ് ദ ബേ. അപ്പൊ എന്താണ് ഇവര് ഒരു ചാന്റ് പറയുമ്പോ ആ സമയത്ത് എന്താണ് ഇവര് പെർഫോം ചെയ്യുന്ന സമയത്ത് എല്ലാവരും അവിടെ ആ ഒരു സ്ഥലത്തോട്ട് ആ റോക്കിലോട്ടൊക്കെ നോക്കി നിൽക്കായിരിക്കും. As they chant, giant turtles rise to the surface of the water, apparently drawn by the music. അപ്പൊ എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആ ഒരു ചാന്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് അവിടെ റോക്കിലൊക്കെ ആയിട്ട് എന്ത് വരും ടർട്ടിൽസ് വരും എന്നാണ് പറയുന്നത്. എന്ത് വരും ടർട്ടിൽസ്, വലിയ വലിയ ടർട്ടിൽസ് വരും. ആ ഒരു സോങ് അവസാനിക്കുന്നതോടുകൂടി അവരെന്താണ് പോവുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. The turtles in these areas are protected and fishing for them is strictly forbidden. അപ്പൊ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിലുള്ള ടർട്ടിൽസ് എല്ലാവരും എന്താണ് ടർട്ടിൽസ് എല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫിഷ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ സമ്മതിക്കില്ല. ഓക്കെ. ബാക്കി നോക്കാം. This tradition is rooted in a local legend about Princess Tinaykaboka and her daughter Rodalius. ഓക്കെ. അപ്പോ ഇവിടെ വേറൊരു കാര്യം കൂടി മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അവിടെ എന്താണ്
അപ്പുറത്തെ എന്താണ് വില്ലേജിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവരവിടെ ഉണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ എന്താണ് ടേർട്ടിൽസ് വരില്ല. അതിനൊരു കാരണമുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് നോക്കാം. ഓക്കെ, അതായത് ഈ ഒരു ട്രഡീഷൻ ഉണ്ടാവാനായിട്ടുള്ള കാരണം രണ്ടുപേരാണ്. ആരൊക്കെയാണ് ആ രണ്ടുപേരും നോക്കാം. ഒന്ന് ടിനെ കൊബോക്ക ആൻഡ് ഹെർ ഡോട്ടർ റൊഡാലിയസ്. ഇവർ രണ്ടുപേരും കാരണമാണ് ഇവിടെ എന്ത് വരുന്നത്, ഇങ്ങനൊരു ട്രഡീഷൻ വരുന്നത്. ഹു വർ ക്യാപ്ചേർഡ് ബൈ ദ വാരിയേഴ്സ് ഫ്രം നെബുക്കലവു. നെബുക്കലവു എന്ന് പറയുന്ന ഈ ഒരു വില്ലേജിലെ ആൾക്കാരുണ്ടെങ്കിലാണ് എന്ത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നെബുക്കലവു എന്ന് പറയുന്ന ഈ ഒരു വില്ലേജിലെ ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ടേർട്ടിൽസ് അവിടെ ഉണ്ടാവില്ല. അതായത് ഈ ഒരു റിച്വൽ നടക്കുന്ന സമയത്ത് ഈ നെബുക്കലവു എന്ന് പറയുന്ന വില്ലേജിലെ ആൾക്കാർ ആ ഒരു പരിസരത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ ടേർട്ടിൽസ് പുറത്തോട്ട് വരില്ല. ഓക്കെ, അപ്പൊ അതിന് റീസൺ ആണ്, അതൊരു സ്റ്റോറി പോലെ ആ റീസൺ ആണ് പറയുന്നത്. ഓക്കെ, നോക്കാം. അതായത് Tina Koboka and her daughter Rodalius who were captured by the warriors from Nebuchadnezzar village while fishing on the reefs. അതായത് ഇവർ രണ്ടുപേരും ഇവര് അമ്മയും മകളുമാണ്. അപ്പൊ റൊഡാലിയസും അതേപോലെ തന്നെ ടിനെ കൊബോക്കയും കൂടെ എങ്ങോട്ട് പോയിരുന്നു, അവരെന്താണ് ഫിഷിങ്ങിന് വേണ്ടി സീലോട്ട് പോകുന്ന സമയത്ത് ഈ നെബുക്കലവിലെ വാരിയേഴ്സ് എന്നാണ് ഇവരെ പിടിക്കുകയാണ്. അവർ കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോ നെബുക്കലവിലെ വാരിയേഴ്സ് എന്നാണ് ഇവരെ പിടിച്ചു വെക്കാണ്. നോക്കാം. During a storm, the two women in miraculously transformed into turtles and were released into the sea, calming the storm. Okay, അതായത് അവിടെ എന്താ സംഭവിക്കുക, ഇവര് ഒരുപാട് പ്രാവശ്യം എന്നാണ് ഇവര് വിടാനൊക്കെ പറഞ്ഞു, പക്ഷെ അവർ കേട്ടില്ല. അപ്പോൾ എന്താണ്, കടലില് ദൈവം ഉണ്ടെന്നാണ് ഒരു വിശ്വാസം. അപ്പൊ ആ ഒരു ദൈവത്തിനെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചപ്പോ അവരെന്തായി മാറിയെന്നാണ് പറയുന്നത്. റൊഡാലിയസും അതേപോലെ ടിനെ കൊബോക്കയും എന്തായി മാറിയെന്നാണ് പറയുന്നത്, ടേർട്ടിൽസ് ആയി മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു സ്ട്രോം വന്നു, നല്ല ഇടിവെട്ടും കാറ്റും അങ്ങനെയൊക്കെ വന്നു, അതോടുകൂടി അവരെന്തായി മാറി, ടേർട്ടിൽസ് ആയി മാറി. ആ വാരിയേഴ്സ് എന്താണ് ഭയങ്കരമായിട്ട് പേടിച്ചു. അവരെന്ത് ചെയ്തു, ആ ഒരു രണ്ട് ആമകളെയും ആ ഒരു ടേർട്ടിൽസിനെ എല്ലാവരും എന്ത് ചെയ്തു, അവിടെ കളഞ്ഞു. ഓക്കെ, ബാക്കി നോക്കാം. Their descendants are believed to still live in the bay. അപ്പൊ എന്താ പറയുക, അവരുടെ എന്താണ് പിൻഗാമികൾ, പിൻതലമുറക്കാർ ഇപ്പോഴും എന്താണ് ആ ഒരു ബേയിൽ ജീവിക്കുന്നുണ്ടെന്നാണ് ഒരു വിശ്വാസം. ആൻഡ് ദ വില്ലേജേഴ്സ് സിംഗ് എ സ്പെഷ്യൽ സോങ് ടു കോൾ ദം ടു സർഫേസ്. അതായത് എന്താണ്, ആ ഒരു ബേയിൽ ഇപ്പോഴും എന്ത് ജീവിക്കുന്നുണ്ട്, അവരാരോ ഡിസൻഡൻസ് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവർ ഈ ഒരു റിച്വൽ പാടുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്, ഈ ടിനെ കൊബോക്കയുടെയും റൊഡാലിയസിന്റെ എന്താണ് പിന്തുടർച്ചക്കാർക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിച്വൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബാക്കി നോക്കാം. The ritual is a beautiful blend of culture, tradition and natural wonder, and it's fascinating to see strong bond between the villagers and the turtles. എന്താണ്, നല്ലൊരു റിച്വൽ ആണ്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് പരാമർശിക്കുന്നത് എന്താണ്, അതായത് ആ ഒരു വില്ലേജേഴ്സും ആ ഒരു ടേർട്ടിൽസും തമ്മിലുള്ള എന്താണ് ആ ഒരു കണക്ഷൻ ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ഓൾസോ ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് the turtles won't appear if anyone from the Nebuchadnezzar village is present, highlighting the deep respect and significance of this tradition. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് എന്ത്, നെബുക്കഡനെസർ വില്ലേജിൽ എന്താണ് ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഈ ടേർട്ടിൽസ് പുറത്തോട്ട് വരില്ല. ഇതൊക്കെ ഇതാക്കുന്ന എന്താണ് ആ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു നറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഇതിന് ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എന്താണെന്ന് നോക്കാം. You are a travel guide and you was assigned the task of preparing a travel info by the travel agency you work with. Prepare a travel info of the place of your choice, focusing on the facilities, transportation, major attraction, food, etc. അപ്പൊ എന്താണ് നമ്മൾ എന്താണ് ഒരു ട്രാവൽ ഗൈഡ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കൊരു ട്രാവൽ ഇൻഫോ ഉണ്ടാക്കും. നിങ്ങൾ ട്രാവൽ ഇൻഫോ കണ്ടിട്ടുണ്ടാവും, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് ട്രാവൽ ഇൻഫോ റെഡിയാക്കാനായിട്ട്. അപ്പൊ ട്രാവൽ ഇൻഫോയുടെ ക്വസ്റ്റൻ എല്ലാവരും നോക്കി വെക്കാം. അതെങ്ങനെ ട്രാവൽ ഇൻഫോ ചെയ്യണം എന്നുള്ളത് മിസ് പറഞ്ഞുതരാം, നോക്കിക്കോളൂ കേട്ടോ. ആദ്യം തന്നെ എന്ത് ചെയ്യാം, എവിടേക്കാണ് പോണേന്നുള്ളതിന്റെ ഒരു ഹെഡിങ് കൊടുക്കാം. ഹെഡിങ് മസ്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ഒരു ഹെഡിങ് വേണം. അപ്പൊ ഞാനിവിടെ എടുത്തേക്കുന്നത് മൂന്നാറാണ്. മൂന്നാർ ഹെവൻ ഓൺ ദി എർത്ത് എന്നാണ് എടുത്തേക്കുന്നത്. ഓക്കെ, മൂന്നാർ ഹെവൻ ഓൺ ദി എർത്ത് എന്നാണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് മൂന്നാറിനെ പറ്റി എന്താ ഒരു ചെറിയൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു നറേഷൻ കൊടുക്കുക, ഒരു ഷോർട്ട് നറേഷൻ കൊടുക്കുക. ഞാനിവിടെ ഒരു ഷോർട്ട് നറേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെഡിങ് കൊടുക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ഒരു ഷോർട്ട് നറേഷൻ. എന്താണ്, ഒരു ഷോർട്ട് നറേഷൻ കൊടുക്കാം, ഒരു ഷോർട്ട് നറേഷൻ കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് നേരെ വായിക്കാം. മൂന്നാർ ഹെവൻ ഓൺ എർത്ത്. മൂന്നാർ ഈസ് എ ബ്യൂട്ടിഫുൾ ടൂറിസ്റ്റ് പ്ലേസ് where everyone must visit. മൂന്നാർ എന്ന് പറയുന്നതാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്, ടൂറിസ്റ്റ് പ്ലേസ് ആണ്, എല്ലാവരും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് ആണ്. ഇറ്റ് ഈസ് എ ബ്ലെസ്ഡ് പ്ലേസ് വിത്ത് ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ സീനറി. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാത്തിലും എഴുതാൻ പറ്റുന്ന സെന്റൻസ് ആണ് കേട്ടോ. ജസ്റ്റ് പേര് മാത്രം ഒന്ന് മാറ്റാൻ മതി തോന്നുന്നു. ഇപ്പൊ മൂന്നാറായാലും വയനാട്, ഊട്ടി, അതൊക്കെ എല്ലാത്തിലും എഴുതാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകളാണ്. നോക്കാം. There we can see high mountains, tea plantation, rolling hills, valleys, waterfalls, lakes, dams and more. അപ്പൊ എന്താണ് ഇവിടെ കാണുന്ന കാര്യങ്ങളാണ്. പ്ലാന്റേഷൻസ് ഉണ്ടാവും, റോളിംഗ് ഹിൽസ് ഉണ്ടാവും, അതേപോലെ തന്നെ വാലീസ്, അങ്ങനെ വാട്ടർഫാൾ, കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, the forest we can see wild animals such as elephant, goats, deers ആണെന്ന് തോന്നുന്നു. ഓക്കെ, deer,
ലോങ്കേഴ്സ് ആൻഡ് മോർ. അപ്പൊ എന്താ പറയുന്നത്, അവിടെ കാണുന്ന എന്താണ്, വെയിറ്റ്, ഓക്കെ, അവിടെ കാണുന്ന ഏതൊക്കെ തരത്തിലുള്ള എന്താണ് അനിമൽസിനെ അവിടെ കാണും എന്നാണ് പിന്നെ പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ക്ലൈമറ്റിന് ടൂറിസ്റ്റ് ക്യാൻ ടേക്ക് എ leisurely walk or trek through the scenic trails and enjoy the cool and refreshing climate. ഓക്കെ, അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാ, ചെറിയൊരു ഷോർട്ട് നറേഷൻ അവിടെ കൊടുക്കുക, ആ ഒരു പ്ലേസിനെ പറ്റി ഒരു ഷോർട്ട് നറേഷൻ കൊടുക്കുക. പിന്നെ കൊടുക്കേണ്ട കാര്യമാണ് ഹൗ ടു റീച്ച്, പിന്നെ കൊടുക്കേണ്ട കാര്യമാണ് ഹൗ ടു റീച്ച്, എങ്ങനെ അങ്ങോട്ട് എത്തിപ്പെടാം എന്നാണ് പറയുന്നത്. അപ്പൊ ഹൗ ടു റീച്ച് എന്ന് പറഞ്ഞ സംഭവം കൊടുക്കണം കേട്ടോ, ഹൗ ടു റീച്ച് എന്നുള്ളത് കൊടുക്കണം, ഹൗ ടു റീച്ച്. ഓക്കെ, മൂന്നാർ ഈസ് 130 kilometers away from Kochi city. Okay, there are roads leading to Munnar and we can reach there through KSRTC bus or private vehicles. അപ്പൊ എന്തൊക്കെയാണ് പറയുന്നത്, അത് 130 കിലോമീറ്റേഴ്സ്, അത് കൊച്ചി സിറ്റിയിൽ നിന്ന് 130 കിലോമീറ്റേഴ്സ് അകലെയാണ്. റോഡ്സ് വഴി നമുക്ക് പോകാൻ പറ്റും, KSRTC ബസ്സോ പ്രൈവറ്റ് വെഹിക്കിൾസോ നമുക്ക് എടുക്കാം. അപ്പൊ ഹൗ ടു റീച്ച് വേണം. ഓക്കെ, അപ്പൊ എന്തൊക്കെ വേണം, ഹൗ ടു റീച്ച് വേണം, ഹൗ ടു റീച്ച് വേണം. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് നോക്കാം, ബെസ്റ്റ് ടൈം ടു വിസിറ്റ്. എല്ലാ സ്ഥലത്തിനും ആ ഒരു സ്ഥലത്തിന് മെയിൻ ആയിട്ട് പോകേണ്ട ഒരു സമയം ഉണ്ടാവും. ബെസ്റ്റ് ടൈം ഏതാണ്, മൂന്നാർ ഹാസ് പ്ലസന്റ് വെദർ ഓൾ ഇയേഴ്സ്, എല്ലാ ഇയേഴ്സിലും എന്താ ഓൾ ഇയർ റൗണ്ട്, ബട്ട് ഇറ്റ്സ് ബെസ്റ്റ് വിസിറ്റഡ് ബിറ്റ്വീൻ ദ മന്ത്സ് ഓഫ് സെപ്റ്റംബർ ആൻഡ് മെയ്. അതായത് നമ്മളുടെ ഈ ഒരു മാസങ്ങൾക്ക് മൂന്നാറിലോട്ട് പോകാനായിട്ട് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. ഡോണ്ട് മിസ് ഔട്ട്, അവിടെ മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ആണ് എന്ത് വരുന്നത്, തേർഡ് വരുന്നത്. ഡോണ്ട് മിസ് ഔട്ട് പ്ലേസ് ഫോർത്ത് വരണം. ഇവിടെ നോക്കിയ മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിന്റ്, കുണ്ടള, ഇരവിക്കുളം നാഷണൽ പാർക്ക്, ടീ മ്യൂസിയം, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്കി നോക്കാം. ദി ക്യുസീൻ എന്താണെന്ന് അറിയാലോ, എന്താണ്, ഫുഡ് ആണ്. നോക്കാം, മൂന്നാർ ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ട്രഡീഷണൽ കേരള ക്യുസീൻ ഇൻക്ലൂഡിംഗ് ഡിഷസ് ലൈക്ക് പുട്ട്, അപ്പം ആൻഡ് ഫിഷ് കറി. ഡോണ്ട് മിസ് ദ ചാൻസ് ടു ടേസ്റ്റ് സം ഡെലീഷ്യസ് ലോക്കൽ സ്പെഷ്യാലിറ്റീസ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ്, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇപ്പൊ ട്രാവൽ ഇൻഫോ എഴുതാൻ വരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഈ ഒരു പേരുകൾ, ഇപ്പൊ ഈ പുട്ട് അപ്പം എന്നുള്ളതൊക്കെ മാറ്റി ഇനി വേറെ സ്ഥലത്തിനാണെങ്കിൽ അവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എഴുതി കൊടുത്താൽ മതി. അപ്പൊ ഇത് ഫിഫ്ത്ത് ക്യുസീൻ ട്ടോ. ഇനി ഹൈലൈറ്റ്സ്, അവിടെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്നാണ്, സൈറ്റ് സീയിങ്, ട്രക്കിംഗ്, അഡ്വഞ്ചർ ടൂറിസം, സൈക്ലിംഗ്, ഷോപ്പിംഗ് ഫോർ ലോക്കൽ ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ടീ പ്രോഡക്ട്സ്. ഇതാണ് ഫിഫ്ത്ത് വരുന്നത്. അപ്പൊ ഇത്രയാണ് എന്ത് ട്രാവൽ ഇൻഫോ വരുന്നത്, ഇത്രയാണ് കേട്ടോ, ട്രാവൽ ഇൻഫോ വരുന്നത് ഇത്രയാണ്. അപ്പൊ ഇത്രയും, സോറി ഫിഫ്ത്ത് അല്ല സിക്സ്ത് ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കണം. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ കറക്റ്റ് ആയിട്ട് വരണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യു വിസിറ്റഡ് എ ഹിൽ സ്റ്റേഷൻ ഡ്യൂറിംഗ് യുവർ summer holidays. Write a travel essay about the place you visited. Hints, description of the place, journey there and back, climate, historical importance, special attractions, etc. അപ്പൊ എന്താണ് നമ്മൾ എന്താണ് പറഞ്ഞേക്കുന്നത്, ട്രാവൽ എസ്സേ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്, ഒരു ട്രാവൽ എസ്സേ ആണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. ട്രാവൽ എസ്സേ ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ എങ്ങനെ ട്രാവൽ എസ്സേ എഴുതണം എന്നൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, നിങ്ങളൊരു ഹെഡിങ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു ഹെഡിങ് കൊടുത്തോളൂ, ട്രാവൽ എസ്സേക്ക് എന്ത് ചെയ്യുക, ഒരു ഹെഡിങ് കൊടുത്തോളൂ കേട്ടോ. എന്തെങ്കിലും ഹെഡിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഹെഡിങ് കൊടുത്തോളൂ. ഊട്ടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്, നോക്കാം. We are all super excited about our trip to Ooty. അപ്പോൾ എന്താണ്, ഞങ്ങൾ എല്ലാവരും എന്താണ് ഊട്ടി ട്രിപ്പ് പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. We had heard so many amazing things about the place and its stunning surroundings, so we couldn't wait to see it all for ourselves. അപ്പോൾ എന്താണ്, ഓൾറെഡി നമ്മളിപ്പോൾ നമ്മുടെ ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എന്തിൽ വരണം, ആ ഒരു ട്രാവൽ എസ്സേയിൽ വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുറച്ച് സെന്റൻസുകൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ബാക്കി നോക്കാം. A group of 45 students from my school, including 25 from my class and 20 from the humanities stream, along with 4 teachers had come together for the trip. അപ്പൊ നോക്കിയേ, ആ ഒരു ട്രിപ്പിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അടക്കം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് എത്ര മെമ്പേഴ്സ് ഉണ്ട്, 45 മെമ്പേഴ്സ് ഉണ്ട്, 45 സ്റ്റുഡൻസ് ഉണ്ട് സ്കൂളിൽ നിന്ന് മൊത്തമായിട്ട്. അതിൽ എന്താണ് 25 പേര് എന്റെ ക്ലാസ്സിൽ നിന്ന് ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, പിന്നെ ബാക്കിയുള്ള 20 പേര് ഹ്യൂമാനിറ്റീസിൽ നിന്നായിരുന്നു. പിന്നെ എന്താണ് 4 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. നോക്കാം. We all gather at school early and the bus was already waiting for us. By 3 AM everyone had arrived and we set off properly at 3. അപ്പൊ എന്താണ്, എത്ര മണിക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, നമ്മൾ എത്ര മണിക്ക് സ്കൂളിൽ എത്തി, എത്ര മണിക്ക് ഇറങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റും. നോക്കാം. ജേർണി ഫ്രം കാലിക്കറ്റ് ടു ഊട്ടി took us around 5 hours. അതായത് എന്തോരം സമയം നമ്മുടെ ട്രിപ്പ് ഉണ്ടായിരുന്നു, എന്തോരം അവേഴ്സ് എടുത്തു, 5 hours ആണ്. Covering a distance of 160 kilometers, when we were arrived, we headed straight for lunch, where he enjoyed a delicious chicken biryani. എന്താണ് കഴിച്ചത്, ഫുഡിന്റെ കാര്യമൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ട്രാവൽ എസ്സേ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, എല്ലാം ഉൾക്കൊള്ളിക്കണം. മനസ്സിലായ, നമ്മള് മിക്ക കാര്യങ്ങളും എന്ത് ചെയ്യുക, ഉൾക്കൊള്ളിക്കാൻ പറ്റും, ഉൾക്കൊള്ളിക്കുക കേട്ടോ. After lunch we visited the government rose garden, which was a real treat for us senses. അപ്പൊ എന്താണ്,
ഫസ്റ്റ് കണ്ട സ്ഥലം എവിടെയാണ് കണ്ടിരിക്കുന്നത്? ഫസ്റ്റ് ഗവൺമെന്റ് റോസ് ഗാർഡൻ ആണ് ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പൊ അതിനെ പറ്റി പറയുന്നുണ്ട്. വിത്ത് over 2000 varieties of roses which was a rate of colors and സെൻസ്. അപ്പൊ അവിടുത്തെ പ്രത്യേകതകൾ ഫസ്റ്റ് കണ്ട ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതകളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് we headed to the deer sanctuary where we got to see different kinds of deer up close. Our day was filled with fun activities including a boating trip on the picturesque Paikara Lake. We also visited the Kamaraj Sagar Dam, a popular പിക്നിക് സ്പോട്ട് ആൻഡ് ഫിലിം ഷൂട്ട് ലൊക്കേഷൻ. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇതിപ്പോ ഊട്ടി ആയതുകൊണ്ട് ഊട്ടീനെ പറ്റി എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വേറെ സ്ഥലങ്ങൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, എവിടെയൊക്കെ പോയി, എന്താണ് ഫുഡ് കഴിച്ചത്, എത്ര മണിക്ക് നിങ്ങൾ ഇറങ്ങി, എന്തോരം സമയം യാത്ര ചെയ്തു, ആരെ കൂടെ ഉണ്ടായിരുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാവൽ എസ്സേയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ബാക്കി നോക്കാം. അൺഫോർച്ചുനേറ്റ്ലി the weather wasn't always on our side and the pattering of rain sometimes blocked our views of certain sites. അപ്പൊ എന്താണ് ആ വെതർ എങ്ങനെയായിരുന്നു, ഇതിൽ എന്താണ് വെതർ അവർക്ക് എന്താ അനുകൂലമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെന്റൻസ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കും അത് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സെന്റൻസ് ആണ് കേട്ടോ. ബട്ട് ദാറ്റ് ഡിഡ്ന്റ് dampen our spirits and we made the most of every moment. ഓക്കെ, പക്ഷെ അതൊന്നും ഞങ്ങൾ എന്തില്ല തളർത്തിയില്ല. ഞങ്ങൾ എന്താണ് അത്യാവശ്യം എല്ലാ മൊമെന്റ്സ് ഞങ്ങൾ സന്തോഷിച്ചു എന്ന് പറയുന്നുണ്ട്. While some of my friends were busy capturing the memories on their phones, I was busy soaking it all in, preserving the moments in my heart. പിന്നെ നിങ്ങൾക്ക് ഇത് കൂടാതെ ഞാൻ അവിടെ നിന്ന് എന്തൊക്കെ മേടിച്ചു, എന്താണ് ചോക്ലേറ്റ്സ്, അതേപോലെ തന്നെ ഡ്രസ്സോ ബാഗോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതാനായിട്ട് പറ്റും. പിന്നെ കുറെ പ്രാവശ്യം ഫുഡിന്റെ കാര്യങ്ങൾ റിപ്പീറ്റ് തന്നെ എഴുതണ്ട, എവിടെയൊക്കെ പോയി എഴുതാൻ പറ്റും. ഫുഡ് ഇപ്പോൾ ഒരു പ്രാവശ്യം കഴിച്ചാൽ അത് എഴുതിയാലും മതി. അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ട്രിപ്പിന് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ട്രാവൽ എസ്സേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് നരേഷൻ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ പ്രത്യേകത വെച്ചാൽ പുറത്തുനിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ ഇത് വരാനുള്ളൊരു ചാൻസ് ഉള്ളത് ലൈവ് TV റിപ്പോർട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ നമോന വില്ലേജ് നടക്കുന്ന ഒരു റിച്വല് നേരിട്ട് കാണുമ്പോൾ ലൈവ് TV റിപ്പോർട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങളപ്പോ ലൈവ് TV റിപ്പോർട്ടിന്റെ എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്നുള്ളത് ഞാനൊരു കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും റെഫർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.